ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള ചെറിയ കുട്ടി കുട്ടി വിശേഷങ്ങളാണ്. ആദ്യം തന്നെ ഞാനും ചേച്ചിയും കൂടി രാവിലെ തന്നെ അമ്പലത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളവിടെ തൊട്ടടുത്തുള്ള അമ്പലമാണ് ശ്രീ ദുർഗാദേവി ക്ഷേത്രം. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നടന്നാണ് പോകുന്നത്. അങ്ങനെ അമ്പലത്തിലെത്തി വീട്ടിലുള്ള എല്ലാവരുടെയും പേരിൽ ഓരോ പുഷ്പാഞ്ജലി കഴിപ്പിക്കാനായിട്ട് നേരെ പോയത്. അങ്ങനെ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചു. പിന്നെ നേരെ തൊഴാൻ കയറി. അങ്ങനെ നല്ലപോലെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു തൊഴുതിറങ്ങി. പിന്നെ അവിടെ ഇവിടെ നിന്നില്ല കേട്ടോ, വേഗം തിരിച്ച് വീട്ടിലോട്ട് പോയി. കാരണം ചേച്ചിയുടെ മക്കൾ വന്നിട്ടില്ല, അവർ നല്ല ഉറക്കമാണ്. ഉണരുടേന് മുന്നേ വീട്ടിലെത്തണം. വീട്ടിലെത്തിയപ്പോൾ അമ്മ സദ്യക്കുള്ള ഓരോ പരിപാടികൾ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാൻ അങ്ങനെ തുടങ്ങി. പിന്നെ ആ ഭാഗത്തോട്ടോ പോയില്ല കേട്ടോ. പിന്നെ എനിക്ക് അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിൽ കുറച്ചേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കേക്ക് കട്ടിംഗ് ആയിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുത്തു കേട്ടോ. പിന്നെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് വാങ്ങാൻ പോകുന്നത്. അതിൽ ഞാൻ ആ ഡ്രസ്സ് കാണിച്ചില്ലായിരുന്നു. ബർത്ത്ഡേയുടെ അന്ന് ഇടുമ്പോൾ കാണിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ആ ഡ്രസ്സുണ്ട് ഇത്. അങ്ങനെ കേക്കൊക്കെ കഴിച്ചു. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. ഫുഡൊന്നും കഴിക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പുറത്ത് പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 മണി 4:30 ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂട്ടി ഒന്ന് പുറത്ത് പോകാൻ കേട്ടോ. കുറേ ദിവസമായി എല്ലാവരും കൂട്ടി ഒന്ന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ബർത്ത്ഡേ ഒക്കെ അല്ലേ, അന്ന് പോകാമെന്ന് കരുതി ഞങ്ങൾ പോകുന്നത് കോഴിക്കോട് ബീച്ചിലോട്ടാണ് കേട്ടോ. ഞാനീ പറയുന്നത് കാറിൽ പാട്ടിട്ടപ്പോൾ കൂടെ പാടുകയാണ് കേട്ടോ. അങ്ങനെ ബീച്ചിലെത്തി. അത്യാവശ്യത്തിന് നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാറൊക്കെ പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ ഞങ്ങൾ ബീച്ചിലോട്ട് നടന്നു. പിന്നെ ഒരു ഓടിക്കളിയായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ കാടമുട്ട മസാല ആക്കിയതും കോളിഫ്ലവർ പൊരിച്ചതും അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങി ഒരുപാട് വെള്ളത്തിലൊക്കെ കളിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ട ഓരോ സാധനങ്ങൾ കഴിച്ചു കേട്ടോ. അത് പിന്നെ ബീച്ചിൽ വന്നാൽ നിർബന്ധമാണല്ലോ. അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളൊരു 10 മണി 10:30 ആയപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. കാറ് പാർക്ക് ചെയ്തെടുത്തേക്കാണ് നടക്കുന്നത്. അങ്ങനെ കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. അങ്ങനെ അവിടെ എത്തി. അത്യാവശ്യത്തിന് എല്ലാവരും നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിൽ നമ്മൾ ഈ പാർട്ടിക്കാർ ഓരോ പരിപാടികൾ കണ്ടു കേട്ടോ. DJ പരിപാടി, പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇലക്ഷൻ ടൈമായിരുന്നു. പിന്നെ ഓരോ പാലം കണ്ടു കേട്ടോ. നമ്മുടെ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. ബ്രോസ്റ്റ് ആയിരുന്നു കഴിച്ചത്. അതൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തിൽ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ.